ശാന്തി. ഏകാഗ്രമായി ഞാൻ എൻ്റെ ദിവ്യനേത്രത്തെ സത്യസ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. ഞാൻ ഒരു ചൈതന്യ പ്രകാശസ്വരൂപാത്മാവാണ്. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതമായി സർവശക്തിവാൻ ശിവബാബയെ ഞാൻ ഓർമ്മിക്കുകയാണ്. പരമധാമത്തിൽ സ്ഥിതമായ ജ്യോതിർമയ നിരാകാരി ശിവബാബ ആരാണോ സർവശക്തിവാൻ ഓൾമൈറ്റി ശക്തികളുടെ സൂര്യൻ, എൻ്റെ ബുദ്ധിയോഗം ഞാൻ സർവശക്തിവാൻ ബാബയോട് ചേർക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാവിൻ്റെ കണക്ഷൻ ഓൾമൈറ്റി ബാബയോട് ചേർത്തിരിക്കുന്നു. ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ പരമാത്മശക്തികളുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ പ്രവാഹിതമാകുന്നു. പരമാത്മ ദിവ്യശക്തിയാൽ ആത്മാരൂപി ബാറ്ററി ചാർജ് ആകുകയാണ്. ഓൾമൈറ്റി ബാബയുടെ ശക്തിയിലൂടെ എന്നിലെ ദുർബലതകളെല്ലാം സമാപ്തമാക്കുന്നു. ആത്മാവിലേക്ക് ശക്തി വരുന്നു. ഞാൻ ആത്മാ വീണ്ടും സദോ പ്രധാനമാകുന്നു. സർവശക്തിവാൻ ബാബയിൽ നിന്നും ശക്തിയെടുത്ത് എന്നിലെ സർവശക്തികളും ജാഗൃതമാകുന്നു. ബാബയോട് കണക്ഷൻ ചേർത്ത് സർവവികാരങ്ങളും സമാപ്തമായി ഞാൻ ആത്മാ നിർവികാരിയാകുന്നു. ബാബയുടെ ശക്തി ഞാൻ ആത്മാവിൽ സമാവേശമാകുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് പ്യുവറായിരിക്കുന്നു. ഓൾമൈറ്റി ബാബയിൽ നിന്നും ശക്തി പ്രാപ്തി ചെയ്ത് ഞാൻ ആത്മാ ഓൾമൈറ്റി രാജ്യത്തിൻ്റെ അധികാരിയാകുന്നു. ഞാൻ ആത്മാ സത്യയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പവിത്ര ദേവി ഗുണങ്ങളാൽ സമ്പന്നമായ ദേവി ദേവതാ സ്വരൂപം കാണുകയാണ്. ഞാൻ പവിത്ര ദേവി ദേവതയായി വിശ്വത്തിൽ രാജ്യം ഭരിക്കുന്നു. ബാബ ജ്ഞാനം നൽകി എന്നെ ഭാഗ്യശാലിയാക്കി. ബാബ അലങ്കോലപ്പെട്ട എന്നെ നേരെയാക്കി. ഞാൻ ആത്മീയ ഭട്ടിയിലിരിക്കുന്നു. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബുദ്ധി അലയുകയാണെങ്കിൽ അന്തരീക്ഷം മോശമാകുന്നു. എൻ്റെ തന്നെ നഷ്ടമുണ്ടാകുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആശ്രയമറ്റുപോകാതെ സൂക്ഷിക്കുന്നു.
ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പ്രിയ ബാബയെ ഓർമ്മിക്കുന്നു, ചാർട്ട് വയ്ക്കുന്നു. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും പാവനമായി തീരുന്നു. ബാബ ജ്ഞാനസാഗരനാണ്, വേൾഡ് ഓൾമൈറ്റി അതോറിറ്റിയാണ്. സർവശക്തിവാൻ ബാബ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയും. ഞാൻ സൂര്യവംശിയായിരുന്നു, വീണ്ടും സൂര്യവംശിയാകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. പരംപിത പരമാത്മാവിനെ ഇന്ദ്രജാലക്കാരനെന്ന് പറയുന്നു. ഞാൻ മമ്മയെയും ബാബയെയും ഫോളോ ചെയ്യുന്നു. സുദർശന ചക്രധാരിയായി മാറുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ഞാൻ ത്രികാലദർശിയായി മാറുന്നു. എനിക്ക് മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനം ലഭിച്ചു. ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സേവനത്തിൽ മുഴുകുന്നു. ഞാൻ ഏകാഗ്രതയോടെ പഠിക്കുന്നു. ഓർമ്മയുടെ സത്യം സത്യമായ ചാർട്ട് വെക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ദേഹത്തെയും ദേഹധാരികളെയും ഓർമ്മിക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ചെയ്യുന്ന സമ്പൂർണ്ണ നിർവികാരിയാകുന്നു. ഏതൊരു വികാരത്തിനും അല്പം പോലും ആകർഷണമില്ല. യാതൊരു സാധാരണ സങ്കല്പം പോലും ചെയ്യുകയില്ല. ഞാൻ ലക്ഷ്യപ്രമാണ ലക്ഷണം ധാരണ ചെയ്യുന്നു. അപ്പോൾ പറയാം, സമ്പൂർണ്ണ നിർവികാരി ആത്മാ, അർത്ഥം ഹോളിയസ്റ്റ് ആത്മാ. കർമ്മം ചെയ്തുകൊണ്ടും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ സ്മൃതിയിലിരിക്കാമെങ്കിൽ സ്വപുരുഷാർത്ഥത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് ശരിയായിരിക്കും. ഓം ശാന്തി.